മത്തങ്ങ കൊണ്ട് തന്നെ എത്ര തരം കറിയുണ്ട്. മത്തങ്ങ എരിശ്ശേരി, മത്തങ്ങ പയറുകറി, വെറും മത്തങ്ങ കറി, മത്തങ്ങ വറുത്ത എരിശ്ശേരി, ഇങ്ങനെ പല പല കറികളുണ്ട്. ഇന്ന് ഞാൻ നിങ്ങൾക്കായി തയ്യാറാക്കി കാണിക്കുന്നത് മത്തങ്ങ വറുത്ത എരിശ്ശേരി. വറുത്ത എരിശ്ശേരി എന്നൊക്കെ പറയുമ്പം കുറച്ചുകൂടി ഒരു ഗ്രേഡ് കൂടിയ സംഭവമാണ്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്കെല്ലാം മിസ് ചാൻഡീസ് ഫുഡ് നോട്ട്സിൻ്റെ ഈ എപ്പിസോഡിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം. സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തവർ വീണ്ടും ചെയ്യരുത്. മറ്റൊരു കാര്യം ഓർപ്പിക്കാനുള്ളത്, വീട്ടിൽ തയ്യാറാക്കുന്ന ഭക്ഷണമാണ് എപ്പോഴും നല്ലത്. വീട്ടിൽ തന്നെ ഭക്ഷണം തയ്യാറാക്കുക. ഹോം ഫുഡ് ഈസ് ദ ബെസ്റ്റ് ഫുഡ്, സോ കുക്ക് അറ്റ് ഹോം. ചട്ടിയിലാണ് നമ്മളുടെ മത്തങ്ങ എരിശ്ശേരി. വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള കറിയല്ലേ, അപ്പോൾ ചട്ടിക്കകത്ത് തന്നെ നമുക്ക് വയ്ക്കാം. ഇതിലേക്ക് ഞാൻ ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്. എളുപ്പത്തിന് അങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ. വെള്ളം തിളയ്ക്കുന്നത് വരെ സമയം കളയണ്ടല്ലോ. മുളക് പൊടി, മഞ്ഞൾ പൊടി, കറിവേപ്പില, പച്ചമുളക്, കുരുമുളക് പൊടി ഫ്രഷായിട്ട് പൊടിച്ചതാണ്. എരി മെയിനായിട്ട് നമ്മൾ പെപ്പറിലാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് 1-2 ടീസ്പൂൺ നമ്മളുടെ ആവശ്യമനുസരിച്ച് ഇടാം. നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇതൊന്ന് തിളയ്ക്കട്ടെ. വെള്ളം നല്ലപോലെ തിളയ്ക്കുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മത്തങ്ങ ഇതിനകത്തേക്ക് ഇടാം. ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇടണം. വെള്ളം ഒരുപാട് ആദ്യമേ ഒഴിച്ചു കൊടുക്കണ്ട, കുറച്ച് ഒഴിച്ചാൽ മതി. അല്ലെങ്കിൽ നമ്മുടെ മത്തങ്ങ കറി അങ്ങ് നീണ്ടുപോകും. ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം നമുക്ക് ഇത് അടച്ചു വയ്ക്കാം. മത്തങ്ങ നല്ലതുപോലെ വേകട്ടെ. ആ സമയത്തേക്ക് നമുക്കതിനുള്ള അരപ്പ് തയ്യാറാക്കണം. അപ്പോൾ തേങ്ങ, ജീരകം, ഒരു തണ്ട് പച്ചക്കറിവേപ്പില, അല്പം ഉപ്പ്, അല്പം വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ച് കൊണ്ടുവരണം. നമ്മുടെ ഈ അരപ്പിപ്പം റെഡി ആയിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് തേങ്ങയും കൂടെ ഒന്ന് വറക്കണം. മത്തങ്ങ ഇങ്ങനെ വെന്ത് വരുന്നുണ്ട്. ഇതിപ്പം നല്ലതുപോലെ വെന്തിട്ടുണ്ട്. അപ്പം നമുക്കൊന്ന് ഉടയ്ക്കണം. മത്തങ്ങ മിക്സിക്കകത്തൊന്നും ഇട്ട് അടിച്ച് ചേർക്കരുത്. അപ്പോൾ അല്ലാതെ അങ്ങ് വെള്ളം പോലെ ആയിപ്പോവും. ഇച്ചിരി ഒന്ന് കഷ്ണം പോലെ കിടക്കുന്നതാണ് മത്തങ്ങ കറിക്ക് നല്ലത്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച അരപ്പൊന്നിട്ട് കൊടുക്കണം. അപ്പോൾ ഇത് അടുപ്പിൽ നിന്ന് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പം തേങ്ങ ചെറുതായിട്ടൊന്ന് വെന്താൽ മതി. അപ്പോൾ നമുക്ക് ഈ അരപ്പൊന്നിട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് മൂടി വെച്ചിരുന്നാൽ മതി. ഇത് അടഞ്ഞ് തന്നെ അവിടെ ഇരുന്നോട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. ആ സമയത്തേക്ക് അരപ്പ് വെന്തോളും. തേങ്ങ വറുക്കാനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടാകുന്നുണ്ടെങ്കിൽ നമുക്ക് കടുകിടാം. കടുക് പൊട്ടുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് അരിയാണിത്, പിന്നീട് ഉഴുന്ന്. ഇതൊക്കെ കൊണ്ടാണ് നമ്മുടെ വറുത്ത എരിശ്ശേരി വേറൊരു ലെവലാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞത്. കരിയാതെ നോക്കണം. കടുകെല്ലാം പൊട്ടി തീരുമ്പോഴത്തേന് കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം. അതിലേക്ക് കറിവേപ്പില, വറ്റൽമുളക്, ഉള്ളി ഒരു പകുതി വഴന്ന് കഴിയുമ്പോഴത്തേന് നമുക്ക് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. ഈ തേങ്ങ നമുക്കൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നിടം വരെ ഒന്ന് വറക്കണം. കരിഞ്ഞു പോകരുത്. തേങ്ങ ഇപ്പം നല്ലതുപോലെ പരുവത്തിനായിട്ടുണ്ട്. ഇനി ഞാൻ തീ ഓഫ് ചെയ്യുകയാണ്. കാരണം മൺചട്ടിയാണത്. ഇനിയും കുറച്ച് നേരം കൂടെ അത് ഓൺ ചെയ്ത് വെച്ചിരുന്ന് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. നമ്മുടെ തേങ്ങ വറുത്ത മസാല റെഡി ആയിട്ടുണ്ട്. നമ്മുടെ മത്തങ്ങ വേവിച്ചത് ഇവിടെ ഇരിപ്പുണ്ട്. അരപ്പ് നമ്മൾ ഇളക്കിയിട്ടില്ല ഇതുവരെ. നമുക്ക് ഈ അരപ്പൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മളൊട്ടും വെള്ളം ചേർത്തിട്ടില്ല ഇതിനകത്ത്. അപ്പോൾ നമ്മുടെ അരച്ച ബ്ലെൻഡറിനകത്ത് ഒരല്പം വെള്ളം ഒഴിച്ച് നമുക്കിത് ചേർക്കാം. ആദ്യമേ ഒത്തിരി വെള്ളം ഒഴിച്ചാൽ എരിശ്ശേരി അങ്ങ് നീണ്ടുപോകും. അരച്ച ബ്ലെൻഡർ അതിനകത്തൊന്നൊരു ശകലം വെള്ളം കൂടെ നമുക്ക് ഒഴിക്കാം. ഇതിൻ്റെ ഉപ്പൊക്കെ നോക്കണം ഈ സമയത്ത്. അതുപോലെ ചെറുതായിട്ടൊന്ന് ആവി വരട്ടെ. അരപ്പ് ഇട്ട് മാറ്റി വെച്ചതാണ്. അപ്പം ഒരു ശകലം ഒന്ന് ആവി വന്നോട്ടെ. ആവി വരുന്നുണ്ട്, അത്രയും മതി. അപ്പം ഞാൻ അതിൻ്റെ തീ അങ്ങ് ഓഫ് ചെയ്തു. ഇനി നമുക്ക് ഈ തേങ്ങ വറുത്തും കൂടി ഇതിനകത്തോട്ട് ചേർക്കണം. ഇത് ഒരുപാട് ടേസ്റ്റുള്ള കറിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് ചേർത്തും ഇത് കടുക് വറക്കാവുന്നതാണ്. അതുപോലെ തേങ്ങയും വറക്കാവുന്നതാണ്. ഇതിങ്ങനെ തന്നെ ഒന്ന് ചെയ്ത് നോക്കണം. ഒരുപാട് കറികൾ മത്തങ്ങ കൊണ്ടുണ്ട്, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ. എങ്കിലും ഈ ഓണത്തിന് നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ കൂട്ടുകാർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും ഞാൻ എത്തും. ടിൽ ദെൻ ഐ ആം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്.